ഇതാട്ടോ വെറുതെ കോരി തിന്നാൻ തോന്നുന്ന ഒരു ചട്നി. ഇത് ഇതുവരെ മലയാളത്തില് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വേഗം സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പിന്നെ ഇതില് അധികം കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഇതാ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി 2 വലിയ വെല്ലുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പൊടിപൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളിയും ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും, അതും ഇതുപോലെ തന്നെ പൊടിപൊടിയായി അരിഞ്ഞിട്ടുണ്ട്. തക്കാളി ഉള്ളിയുടെ അത്ര ഉള്ള അളവിൽ വേണ്ട കേട്ടോ, അതിനേക്കാളും കുറച്ചു മതി. ഇതാ തക്കാളിയും ഉള്ളിയും ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രം ചൂട് തട്ടാൻ പറ്റുന്ന പാത്രമായിരിക്കണേ. സെറാമിക്കോ സ്റ്റീലോ അങ്ങനെ ഏതെങ്കിലും, പ്ലാസ്റ്റിക് ആവരുതേ. ഇതിലേക്കായിട്ട് ഒരു വലിയ പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചുമന്ന മുളക് പൊടി ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വേണം. നിങ്ങൾക്ക് എരിവ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അളവില് കശ്മീരി ചില്ലി ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ടോട്ടൽ ഒരു 2 to 3 ടേബിൾ സ്പൂൺ മുളക് പൊടി വേണം നമുക്ക്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 1/4 ടീസ്പൂൺ ആണ് കേട്ടോ. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിനകത്തേക്ക് ഒരു 1/2 കപ്പിന്റെ 1/4 ഭാഗത്തോളം വരുന്ന അത്രയും വറുത്ത നിലക്കടല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 8-10 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റെസിപ്പിയിൽ. എന്നിട്ട് ഇതാ ഇതുപോലെ പൊടിച്ചെടുക്കണം. മിക്സിയിൽ 2 പൾസ് കൊടുത്തെടുത്താൽ മതി. ഇത് ചേർത്ത് കഴിഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ചട്നിക്ക്. ഇനി ഇത് മുഴുവനായിട്ടും നമ്മൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കടലയും വെളുത്തുള്ളിയും ചേർത്തുള്ള ഈ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, ഞാൻ ഏറ്റവും മേലെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കുന്ന എന്തിനാന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇനി ഒരു ചെറിയ താളിപ്പിന്റെ പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനത് ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണ വെച്ചിട്ടും നല്ലെണ്ണ വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് നല്ലെണ്ണ വെച്ചിട്ടുള്ള വേർഷനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നതും നല്ലെണ്ണയാണ്. അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളും 2 ഓയിലും ചേർത്ത് ഉണ്ടാക്കി നോക്കണേ കേട്ടോ. എന്നിട്ട് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എന്നോട് പറയണേ കമൻറ്റിൽ. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് ട്രഡീഷണൽ റെസിപ്പിയിൽ ഇല്ല കേട്ടോ, എൻ്റെ ഒരു അഡീഷൻ ആണ്. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതും ട്രഡീഷണൽ റെസിപ്പിയിൽ ഇല്ല, ഞാനായിട്ട് ആഡ് ചെയ്തതാണ്. പക്ഷേ ഇത് നല്ലൊരു ഫ്ലേവർ തരും കേട്ടോ ഈ ഒരു ചട്നിക്ക്. ഉടനെ തന്നെ നമ്മൾ ഈ ചൂടുള്ള ഓയിൽ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസിന് മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിലക്കടലയും വെളുത്തുള്ളിയും ഉള്ള മിക്സർ ഏറ്റവും ടോപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂടുള്ള എണ്ണ ഒഴിക്കുമ്പോൾ ആ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കുക്കായി കിട്ടും. ഇല്ലെങ്കിലും വെളുത്തുള്ളി അങ്ങനെ പച്ച ചോയ്ക്കൊന്നും ഇല്ല കേട്ടോ. എല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ അത് അറിയേയില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ലെമൺ ജ്യൂസ് ചേർക്കാം. പക്ഷെ ലെമൺ ജ്യൂസ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചി വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാവാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എരിവ് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചിട്ടോ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയൊന്നുമില്ല കേട്ടോ, നമ്മുടെ ചട്നി റെഡിയാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണ്ടേ? ഇതൊരു രാജസ്ഥാനി സ്പെഷ്യൽ ചട്നിയാണ് കേട്ടോ. ഇതിന്റെ പേരാണ് ധൂംഗ്രി തടുക്ക ചട്നി. അപാര ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ചോറിന്റെ കൂടെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ബ്രെഡ്സിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ നോക്കുമ്പോൾ ദോശ, ഇഡ്ഡലി, ഉപ്പുമാ അങ്ങനെ എല്ലാത്തിന്റെ കൂടെ ഇത് പോകുന്നുണ്ട്. വെറുതെ കഴിക്കാനും നമ്മൾ എടുത്ത് കഴിച്ചു പോകും. അതാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പൊ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. എന്തിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരൂ. നിങ്ങൾ ഏത് എണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയെന്നും കൂടെ എന്നോട് പറയൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.